2025 ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഓണ എക്സാമിനേഷന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് അതിനെ അനലൈസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഉള്ളത് ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് റൈറ്റിംഗ് സ്കില്ല്. നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാൻ അറിയോ, നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പൊ റൈറ്റിംഗ് സ്കില്ലിൽ എന്തെല്ലാം പഠിക്കണം, നിങ്ങൾ അപ്രീസിയേഷൻ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയോ, അറിയില്ലെങ്കിൽ നിങ്ങൾ റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് പാരഗ്രാഫ് സ്വന്തമായിട്ട് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങളെ മാർക്ക് ഇംഗ്ലീഷിൽ കുറയുക തന്നെ ചെയ്യും. പിന്നെ എന്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ അറിയോ, ആരുടെ ക്യാരക്ടർ സ്കെച്ച് കിട്ടിയാലും അത് എഴുതാനുള്ള ഒരു കോമൺ ഐഡിയ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? സാറേ നിങ്ങൾ പ്രഡിക്ഷൻ പറയും, ആരുടെ ക്യാരക്ടർ സ്കെച്ചാണ് വരിക, അപ്പൊ നമ്മൾ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞു, അതെന്നെ വരുന്ന ആരാ നിങ്ങളോട് പറഞ്ഞത്? നമ്മൾ ഒരു ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഡിക്ഷൻ തന്നെ ഇടുന്നത്. എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ആരുടെ ക്യാരക്ടർ സ്കെച്ച് വന്നാലും എഴുതാനുള്ള പോയിന്റ്സ് നിങ്ങളുടെ തലയിലുണ്ടോ, നിങ്ങൾക്ക് അത് എഴുതാൻ അറിയോ എന്നുള്ളതാണ്, ഡെലിവർ ചെയ്യാൻ അറിയോ എന്നുള്ളതാണ് ക്യാരക്ടർ സ്കെച്ച് കേട്ടോ. നെക്സ്റ്റ് ഇമെയിൽ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലെ? പണ്ട് കത്ത് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ആ കത്തിനെ നമ്മൾ എന്താക്കി മാറ്റാണ്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാറ്റത്തിലേക്ക് അതൊരു ബോക്സ് ഒക്കെ വരച്ചുകൊണ്ട് 2 വെച്ച് CC വെച്ച് BCC വെച്ച് അങ്ങനെ എഴുതാൻ ഇമെയിൽ എഴുതാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 2 ടൈപ്പ് ഇമെയിൽ ഉണ്ട്. ഒന്ന് ഫ്രണ്ട്ലി ഇമെയിൽ ഉണ്ട്, മറ്റൊന്ന് എന്താണ് പറയാ, ഫോർമൽ ഇമെയിൽ ഉണ്ട്. അപ്പൊ ഈ 2 ടൈപ്പ് ഇമെയിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയോ, അത് എഴുതാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതും, അതുപോലെ തന്നെ സ്പീച്ച് എഴുതാനുള്ള സ്കില്ല്, നിങ്ങൾക്ക് പറയാനുള്ള സ്കില്ല് ചിലപ്പോൾ ഉണ്ടാവും, അത് എഴുതി വെക്കാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ, റൈറ്റ് എഴുതാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ, റൈറ്റ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. മൈ ഡിയർ സ്റ്റുഡൻസ്, സ്പീച്ച് എഴുതാനുള്ള ഐഡിയ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എല്ലാം എൻ്റെ അടുത്ത് ഐഡിയാസ് ഉണ്ട് കേട്ടോ. നോക്കൂ, നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ എഴുതണം, സിമ്പിൾ പാസിൽ എഴുതാനുള്ള ഒരു ഐഡിയ എൻ്റെ മക്കൾക്കില്ല. റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾക്ക് വളരെ പുവർ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി, ഞാൻ വീണ്ടും പറയുന്നു, ഓണ എക്സാം തുടക്കം മുമ്പ് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതായി 999 കൊടുത്തുകാണ്ട് 7902240080 എന്ന് പറയുന്ന നമ്മുടെ RMSന്റെ സ്പെഷ്യൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. അറ്റ് ലാസ്റ്റ് 2 കാര്യം കൂടെ കേട്ടോളൂ. അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എന്ന് പറയുന്ന സംഗതി വേറുണ്ട്. അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എന്ന് പറയുന്ന കാര്യം കേട്ടോ എഴുതാൻ അറിയോ. അതുപോലെ തന്നെ ബയോഗ്രഫി, ഒരാളുടെ പണ്ട് പ്രൊഫൈൽ എഴുതിയിരുന്നില്ലേടാ, ഇപ്പൊ ബയോഗ്രഫി എഴുതാനാണ്, അത് നിങ്ങൾക്ക് എഴുതാൻ അറിയോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം സ്ക്രൂട്ടനൈസ് ചെയ്യണം. ആരുടെ ബയോഗ്രഫി കിട്ടിയാലും എനിക്ക് എഴുതാൻ അറിയോ ഇല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. ലാസ്റ്റ് ഇവന്റ് ഇൻവിറ്റേഷൻ, ഇതെങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മക്കളെ, നിങ്ങളെ റൈറ്റിംഗ് സ്കിൽ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ്, ഒരുപാട് ആൻസർ ഷീറ്റ് ഉണ്ടാവുള്ളൂ, അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ മാർക്കേ കിട്ടൂല. അപ്പോൾ മക്കളെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയണോ എങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ മക്കളെ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതാനുള്ള ഐഡിയ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് ഞാനത് പഠിപ്പിച്ചു തരും, ഗ്യാരണ്ടിയാണ്. കാണാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട 7902400800. Catch you later.